വടകര നഗരസഭയ്ക്കെതിരെ UDF നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കും വടകര MLA നഗരസഭയോട് തുടരുന്ന വിവേചനങ്ങൾക്കുമെതിരെ LDF വടകര മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധ പ്രകടനം അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന വിശദീകരണ പൊതുയോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തീരെ തകർന്നടിഞ്ഞു പോകാതെ ഒരു 5-6 പേര് എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമാണ്. അവർക്ക് നല്ല ബോധ്യമുണ്ട്, ഈ നഗരപ്രദേശത്തുള്ള ജനങ്ങൾ നഗരസഭയോടും അതിൻ്റെ ഭരണ നേതൃത്വം വഹിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒപ്പമാണ്. ഇനി ഇതിനേക്കാളും വലിയ ദുഷ്പ്രചരണങ്ങളും നുണകളും കെട്ടിയെഴുന്നള്ളിച്ച് ഈ പ്രബുദ്ധമായ വടകരയിൽ കോലാഹലം ഉണ്ടാക്കിയാലും ഒരു കാര്യം ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എണ്ണുമ്പോൾ ഇപ്പോൾ ഉള്ളതുപോലും UDF നേതൃത്വമേ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. ഞാൻ കണ്ട് എന്നിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ അവരൊരു പരിപാടി, അപ്പോൾ ഏതോ ഒരു ചങ്ങാതി ആവേശത്തിൽ ഭയങ്കരമായിട്ട് ഈ മുനിസിപ്പാലിറ്റിക്കെതിരായിട്ട് കോലാഹലം ഉണ്ടാക്കുന്നുണ്ട്. എവിടുന്നോ വന്നൊരാൾ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആളെ എനിക്ക് പിടികിട്ടി. നമ്മുടെ ആ പാതിവില തട്ടിപ്പിലെ ഒരു കക്ഷിയല്ലേ എന്നാണ് എനിക്ക് തോന്നിയത്, അല്ലേ? അതങ്ങ് നേരെയാക്കിയിട്ട് പോരെ ചങ്ങാതി ഈ വടകര വന്നിട്ട് ഭൂമി കുലുക്കാൻ. ഈ പാതിവില തട്ടിപ്പും കൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങിക്കൂടാ. അപ്പോൾ പിന്നെ ചിലപ്പോൾ വടകരയും വന്നിട്ടുണ്ടാവും, ഇവിടെ പ്രത്യക്ഷപ്പെട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ആളുകൾ. ഇമാതിരി കുറേ ആളുകളാണ് ഇതിൻ്റെ പിന്നാലെ. പോട്ടെ, അതൊക്കെ അവരെ കാര്യം. ഇവിടെ വടകര മുനിസിപ്പാലിറ്റി പരമ്പരാഗതമായിട്ട് കാലാകാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റങ്ങൾ ഈ വടകരക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ചെയർപേഴ്സൺ ഇവിടെ അധ്യക്ഷ എന്ന നിലയിൽ തൻ്റെ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചത്. ഇനി എത്രയോ കാര്യങ്ങൾ ഈ നാട് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം, ഈ ദേശീയപാതയുടെ ബുദ്ധിമുട്ടുണ്ട്. അത് ഈ വടകര ഞങ്ങൾ പാർട്ടി ജില്ലാ സമ്മേളനം നടത്തിയപ്പോഴും അനുഭവിച്ചതാണ്. ഒരു 10-15,000 വളണ്ടിയർമാർ പരേടുന്ന ബഹുജന മാർച്ച് പ്രകടന വേണ്ടെന്ന് ഞങ്ങളപ്പോൾ വെച്ചതാ. എന്താണെന്നറിയോ? ഒരൊറ്റ സംഗതി കൊണ്ട് ഈ ദേശീയപാതയുടെ പണി ഇപ്പോൾ ഏറ്റവും പിന്നിക്കിടക്കുന്ന ജില്ലയുടെ ഭാഗത്ത് ഉള്ള ഒരു ഭാഗം ഇവിടെയാണ്. അതിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടിട്ട്, കേന്ദ്രത്തിൽ ഇടപെട്ട്, നിതിൻ ഗഡ്കരിയുമായി ഇടപെട്ട്, എന്നിട്ട് അതിപ്പോൾ അതിനൊരു മോണിറ്ററിങ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുറച്ച് നടക്കുന്നത്. ഇവിടെ MLA-മാരും MP-മാരും ഒക്കെ തെക്ക് വടക്ക് നടക്കാനുള്ളവരല്ല, ഇതൊക്കെ നോക്കാനും ഇടപെടാനുള്ളവരാണ്. MLA-മാരുടെ പണി എന്താ? MLA-മാരെന്താ ചെയ്യേണ്ടത്? MLA-മാർ ചെയ്യേണ്ടത് അവർ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന അല്ലെങ്കിൽ പദ്ധതിയുടെ ഭാഗമായി അനുവദിക്കുന്ന ഏതെങ്കിലും അധ്യക്ഷം വഹിക്കൽ മാത്രമല്ല. അതുകൊണ്ട് ഒരാൾ ചോദിച്ചിന്, അത് വിളിച്ചപ്പോൾ എന്നെ അധ്യക്ഷം പഠിക്കാമെന്ന്.
ഈ അധ്യക്ഷൻ പണിയും ഉദ്ഘാടന പണിയും മാത്രമല്ല, തങ്ങളുടെ മണ്ഡലങ്ങളിലുള്ള അതിർത്തിയിൽ വരുന്ന പ്രാദേശിക സർക്കാരുകളുണ്ട്, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതെല്ലാമായി ബന്ധപ്പെട്ട് ദൈനംദിനമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് പരിശ്രമിക്കേണ്ടത്. അതിൻ്റെ അഭാവം ഇവിടെ നല്ല നിലയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അധിക്ഷേപങ്ങളുമായി വന്നാലും അതിൻ്റെയൊന്നും മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വടകര മുനിസിപ്പൽ ഭരണ നേതൃത്വവും അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമെന്ന് ഒരു പൊന്നുമോനും മനസ്സിലാക്കണ്ട. ചരിത്രത്തിൽ ഇന്നോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാറ്റിനെയും ധീരമായി നേരിട്ടിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ മാത്രമേ തലകുനിക്കൂ. ഇവിടുത്തെ ജനങ്ങൾ, ഈ നഗരപ്രദേശത്തെ ജനങ്ങൾ, അവര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ടവരായാലും UDF ആയാലും BJP ആയാലും ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായാലും തരക്കെടില്ല. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേതൃത്വം, മുനിസിപ്പൽ ഭരണ നേതൃത്വം പൂർണ്ണ മനസ്സാലെ പരിഗണിക്കും. ജനങ്ങളുടേത് അല്ലാതെ അവിടെ നിന്നും വന്നിട്ട് എന്തെങ്കിലും രാഷ്ട്രീയമായ ആക്ഷേപവുമായിട്ട് വന്നാൽ അതിനെ ശക്തിയുക്തം നേരിടും, അതിനെ ചെറുത്ത് തോൽപ്പിക്കും. ജനങ്ങളെ അണിനിരത്തി ചെറുത്ത് തോൽപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സംശയമൊന്നും ആർക്കും വേണ്ട. അങ്ങനെ ചവിട്ടിക്കൊരട്ടി കളിയാം എന്നാരും കരുതണ്ട. അതിനൊന്നും സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ നിങ്ങൾ ഇറങ്ങിയിട്ട് ഒരു ഹിതപരിശോധന നടത്ത് ജനങ്ങൾക്കിടയിൽ. വടകര മുനിസിപ്പാലിറ്റിക്കകത്ത് ജനങ്ങൾക്കിടയിൽ ഹിതപരിശോധന നടത്താൻ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെല്ലുവിളിക്കുന്നു. കഴിയോ മനസ്സേ? എന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓരോ കാര്യത്തിലും പരിമിതികളൊക്കെ ഉണ്ടാവാം. ചില കാര്യങ്ങൾ വരുമ്പോൾ പരിമിതികളൊക്കെ ഉണ്ടാവാം. എന്നിട്ട് ഇവിടെ ക്ലോക്ക് റൂം ഉണ്ടോ എന്നൊക്കെയാണ്. ഇത് പാലിശ്ശേരിക്കാരൻ എന്തിനാണോ വടകര മുനിസിപ്പാലിറ്റി ക്ലോക്ക് റൂം? ക്ലോക്ക് റൂം ഉണ്ടെന്ന് നോക്കിയാലല്ലേ കാണും. പക്ഷേ പണ്ട് തന്നെ ഇതെല്ലാം ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നാൽ, അതും കൊണ്ട് കുറിച്ച് വന്നാൽ പിന്നെ അതല്ലേ പാടൂ. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു അധ്യക്ഷയായി. വൈസ് ചെയർമാൻ PK സതീശൻ, E രാധാകൃഷ്ണൻ, C കുമാരൻ, TV ബാലകൃഷ്ണൻ, V ഗോപാലൻ, CK കരീം എന്നിവർ സംസാരിച്ചു. C രാമകൃഷ്ണൻ സ്വാഗതവും P സജീവ് കുമാർ നന്ദിയും പറഞ്ഞു.